സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചത് സിനിമ മാത്രമാണ്. കിട്ടിയതെല്ലാം ബോണസാണ്. എന്തും ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ബ്രഹ്മയുഗം പ്രസ് മീറ്റിൽ വളരെ കോൺഫിഡൻസോടുകൂടി മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണിവ. എന്നും കഥാപാത്രങ്ങൾക്ക് പിന്നാലെ അടങ്ങാത്ത ആഗ്രഹത്തോടെ യാത്ര തുടരുന്ന മമ്മൂട്ടിയിലെ മറ്റൊരു മികച്ച വേഷമായിരിക്കുകയാണ് ബ്രഹ്മയുഗത്തിലെ കൊടുമൻ പോറ്റി. കഥാപാത്രത്തിൻ്റെ വന്യതയെ ഒരംശം പോലും ചോരാതെ വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തിച്ച് ഞെട്ടിച്ച മമ്മൂട്ടിക്ക് എങ്ങും പ്രശംസാ പ്രവാഹമാണ്. ഈ അവസരത്തിൽ മമ്മൂട്ടി പങ്കുവച്ച ഫോട്ടോയും ബ്രഹ്മയുഗം എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് മമ്മൂട്ടി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ കമൻറ്റുമായി ദുൽഖറും എത്തി. കിസ് സ്മൈലിയാണ് ദുൽഖർ കമൻ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നാലെ കമൻറ്റുകളുമായി ആരാധക കൂട്ടവും രംഗത്തെത്തി. ഇത്രയും ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ആ ഇരിപ്പ് കണ്ടില്ലേ? ഇത് അയാളുടെ കാലമാണ്. ആരും വട്ടം നിൽക്കണ്ട. രാക്ഷസ നടികർ ഒത്തിരി അഭിമാനിക്കുന്നു ഈ മഹാനടൻ്റെ ആരാധകൻ ആയതിൽ. എല്ലാം ഒപ്പിച്ചു വെച്ചേച്ച് സ്മൈലി ഇട്ടു ഇരിക്കുക. എന്തൊരു മനുഷ്യനായത്! നിങ്ങളുടെ ആരാധകർ ആയതിൽ എന്നും നെഞ്ചു വിരിച്ചു നിന്നിട്ടേ ഉള്ളൂ മമ്മൂക്ക. വീണ്ടും നന്ദി മമ്മൂക്ക എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയുഗം റിലീസിന് മുമ്പ് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിക്കപ്പെട്ട ഹൊറർ ത്രില്ലർ ചിത്രം എന്നതും വേറിട്ട കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്നു എന്നതും ചിത്രത്തിന് റിലീസിന് മുമ്പേ ഹൈപ്പ് നേടിക്കൊടുത്തു. ഭൂതകാലം എന്ന ചിത്രത്തിലൂടെ നേരത്തെ പ്രേക്ഷക ശ്രദ്ധ നേടിയ രാഹുൽ സദാശിവനാണ് സംവിധാനം എന്നതും ഈ ചിത്രത്തിന്മേലുള്ള കൗതുകം വർദ്ധിപ്പിച്ച ഘടകമാണ്. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലുമൊക്കെ മികച്ച സ്ക്രീൻ കൗണ്ടോടെ എത്തിയ ചിത്രത്തിന് അവിടങ്ങളിലൊക്കെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളിലൊന്നാവുകയാണ് ഇതിലെ കൊടുമൻ പോറ്റി. റിലീസ് ദിവസം രാവിലത്തെ ഷോകളിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായം വന്നതോടെ ഇന്നലത്തെ ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോകൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരളമൊട്ടാകെ ഒട്ടേറെ ഹൗസ്ഫുൾ ബോർഡുകളും ചിത്രം തൂക്കി. ഒപ്പം നിരവധി അഡീഷണൽ ഷോകളും ചാർട്ട് ചെയ്യപ്പെട്ടു. നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇന്നലെ കേരളമൊട്ടുക്ക് 100-ലധികം അധിക പ്രദർശനങ്ങളാണ് ബ്രഹ്മയുഗത്തിന് നടന്നത്.